വ്യക്തമായി തെളിഞ്ഞ സാഹചര്യത്തിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി സ്വീകരിച്ചുകൊണ്ട് കേസിലെ കോടതിയിലുള്ള 1 മുതൽ 15 വരെയുള്ള പ്രതികളിൽ ഇന്നേ ദിവസം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള 14 പ്രതികൾക്കും മരണം വരെ തൂക്കിലേറ്റാൻ ഇന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. അതുകൂടാതെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പുരയ്ക്കുള്ളിൽ അതിക്രമിച്ച് കയറി മാരകായുധങ്ങളുമായി അദ്ദേഹത്തെ ആക്രമിച്ച കുറ്റകൃത്യത്തിന് 1 മുതൽ 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും കോടതി വിധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പല കൗണ്ടുകളിലായി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്ക് തടവ് ശിക്ഷയും അതേപോലെ തന്നെ ഫൈൻ എമൗണ്ടുകളും വിധിച്ചിട്ടുണ്ട്. ഇപ്രകാരം ലഭിക്കുന്ന ഫൈൻ എമൗണ്ടുകളിൽ 6 ലക്ഷം രൂപ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. ഒരു കാര്യം, ഇത് 10ാം പ്രതിയെ ഇന്ന് ഹാജരാക്കിയിരുന്നില്ല. 10ാം പ്രതി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനും കൂടി ഈ വിധി ബാധകമല്ല, അദ്ദേഹത്തെ വഹിച്ചാണോ? തീർച്ചയായും. കാരണം 10ാം പ്രതി മെഡിക്കൽ ഗ്രൗണ്ടുകളിൽ കോടതിയിൽ ഹാജരാക്കാതിരുന്ന കാരണത്താലാണ് 10ാം പ്രതിക്കെതിരായിട്ടുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കാതിരുന്നിട്ടുള്ളത്. ഈ കേസിലെ ശിക്ഷാവിധി ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കൂട്ടത്തിൽ ഈ 14 പേർ ഇന്ന് മരണം വരെ വധശിക്ഷ വിധിച്ച 14 പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള അതേ കുറ്റകൃത്യങ്ങൾ തന്നെ 10ാം പ്രതിക്കെതിരെയും കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ശിക്ഷ തന്നെ 10ാം പ്രതിയും അനുഭവിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന് പറയാം. തീർച്ചയായും. കേസിൽ കുറ്റപത്രത്തിൽ പ്രഥമ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ എന്ന് തന്നെ ഇത് തത്വത്തിൽ പറയാവുന്നതാണ്. സാധാരണഗതിയിൽ ട്രയൽ കോടതി, സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കഴിയുമ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതിന് കൺഫർമേഷന് വേണ്ടി ഹൈക്കോടതിക്ക് അയക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ നടക്കും. അത് ഭാരതത്തിലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കൊലപാതക കുറ്റത്തിന് ഒരാൾ കൊല്ലപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര നീതിന്യായ ആദ്യത്തെ കേസാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ വരുത്താം. പക്ഷേ എങ്കിലും എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ്. കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക് 1 മുതൽ 9 വരെയും 11 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും 143 IPC വകുപ്പ് പ്രകാരം 6 മാസം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 മുതൽ 9 വരെയും 11 മുതൽ 12 വരെയുള്ള പ്രതികൾക്കും 147 വകുപ്പ് പ്രകാരം 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ അതേ പ്രതികൾക്ക് തന്നെ 148 IPC വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 449 149 IPC പ്രകാരം ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട്. 9, 11, 12 പ്രതികൾക്ക് 447 149 IPC പ്രകാരം 3 മാസം തടവും 500 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1, 5, 9, 11, 12 പ്രതികൾക്ക് 427 149 വകുപ്പ് പ്രകാരം 2 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടെ 1 മുതൽ 8 വരെ പ്രതികൾക്ക് 506 2 IPC പ്രകാരം 7 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 9, 11, 15 പ്രതികൾക്ക് 201 149 IPC പ്രകാരം 7 വർഷം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 9 വരെയും 11, 12 പ്രതികൾക്ക് 27 ആംസ് ആക്ട് പ്രകാരം 7 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 1 മുതൽ 8, 9, 11, 12 പ്രതികൾക്ക് 302 റീഡ് വിത്ത് 149 വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലേറ്റാനും 1 ലക്ഷം രൂപയും 13 മുതൽ 15 വരെ പ്രതികൾക്ക് 302 റെയ്ഡ് വിത്ത് 149 120 ബി ക്രിമിനൽ കോൺസ്പിറസി വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലേറ്റാൻ
വിധിയും 1,00,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 8ാം പ്രതിക്ക് 324, 149 വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷയും 5,000 രൂപ ഫൈനും വിധിച്ചിട്ടുണ്ട്. 2ഉം 7ഉം 8ഉം പ്രതികൾക്ക് 323 വകുപ്പ് പ്രകാരം 1 വർഷം തടവ് ശിക്ഷയും 1,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 341 വകുപ്പ് പ്രകാരം 1 മാസം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 6,00,000 രൂപ വരുന്ന പിഴ തുക ഈടാക്കുമ്പോൾ അതിൽ 6,00,000 രൂപ ഈ കേസിലെ 1ഉം 2ഉം 8ഉം സാക്ഷികളായ മരണപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇളയ കുട്ടിക്കും അതേപോലെ തന്നെ ഈ കേസിൽ സാക്ഷിയാകാത്ത മൂത്ത കുട്ടിക്ക് കൂടി നൽകണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്.